കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച ഗസറ്റ് വിജ്ഞാപനത്തിലെ നിബന്ധനകൾ നടപ്പിലാക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ യോഗം വിശദമായി ചർച്ച ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ സാധ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ പീയൂഷ് ഗോയലിന് മുഖ്യമന്ത്രി ഉൾപ്പെടെ കത്ത് നൽകിയിട്ടുണ്ടെന്ന വിവരം യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. പൂരം നടത്തിപ്പിൽ യാതൊരു അനിശ്ചിതത്വവും ഉണ്ടാകാതിരിക്കുന്നതിനുള്ള നടപടികളാണ് യോഗം ചർച്ച ചെയ്തത്. ബി. നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിക്ക് അയച്ച കത്ത് അനുബന്ധം 1 നോട്ടിഫിക്കേഷന്റെ പകർപ്പ് അനുബന്ധം 2 ചേർക്കുന്നു. 11/10/24 കേന്ദ്ര സർക്കാർ എക്സ്പ്ലോസീവ് ചട്ടങ്ങളിൽ കൊണ്ടുവന്ന ഭേദഗതി തൃശൂർ പൂരം ഉൾപ്പെടെ സംസ്ഥാനത്ത് വിവിധ ആരാധനാലയങ്ങളിൽ നടക്കുന്ന വെടിക്കെട്ടുകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്നതാണ്. വെടിക്കെട്ട് പുരയിൽ നിന്നും 200 മീറ്റർ അകലെയാകണം വെടിക്കെട്ട് നടത്തേണ്ടത് എന്നാണ് പ്രധാന ഭേദഗതി. വെടിക്കെട്ട് സ്ഥലത്തെ ബാരിക്കേഡിൽ നിന്ന് 100 മീറ്റർ അകലെയായിരിക്കണം വെടിക്കെട്ട് വീക്ഷിക്കുന്നവരെ നിർത്തേണ്ടത് എന്നും നിബന്ധനയുണ്ട്. വെടിക്കെട്ടിന് ഉപയോഗിക്കുന്ന ഇരുമ്പ് പൈപ്പുകളുടെ ഉപയോഗത്തിനും ചില മാനദണ്ഡങ്ങൾ നിഷ്കർഷിക്കുന്നു. ഇതുൾപ്പെടെ 35 ഭേദഗതികളാണ് വിജ്ഞാപനത്തിലുള്ളത്. സർ സി. ദേവസ്വങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ജില്ലാ ഭരണകൂടവും പോലീസുമായി ചേർന്ന് കേന്ദ്ര നിയമമായ പെസോ ആക്ട് പ്രകാരം പരിശോധന നടത്തി ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസും ജില്ലാ ഭരണകൂടവും നടപടികൾ ഇതിനകം കൈക്കൊണ്ടിട്ടുണ്ട്. ഡി. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന അവലോകന യോഗത്തിലെ തീരുമാനപ്രകാരം 14/3/2025 തൃശൂർ കലക്ട്രേറ്റിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി, റവന്യൂ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാർ, മേയർ, MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഉദ്യോഗസ്ഥർ, തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങൾ, കൊച്ചിൻ ദേവസ്വം ബോർഡ് എന്നിവരെ പങ്കെടുപ്പിച്ച് അവലോകന യോഗം ചേർന്നിരുന്നു. പൂരം നടത്തിപ്പ് സുഗമമാക്കുന്നതിനാവശ്യമായ സൗകര്യമൊരുക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് എല്ലാ വകുപ്പുകളോടും നിർദ്ദേശിച്ചിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളെ ഉൾപ്പെടുത്തി അവലോകന യോഗങ്ങൾ നടത്തി സമയബന്ധിതമായി ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു.